കൊല്ലം ഏരൂരിൽ ജെ.സി.ബിയും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച അപകടം. ഗുരുതരമായി പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജെ.സി.ബി ഡ്രൈവർക്കെതിരെ കേസെടുത്തു. A.V. ജയശങ്കറുണ്ട് കൊട്ടാരക്കരയിൽ നിന്ന്. ജയശങ്കർ, എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്? ഈ ഓട്ടോ ഡ്രൈവറുടെ ആരോഗ്യനില എങ്ങനെ? ഗോകുൽ, കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. ഈ അഞ്ചൽ ഭാഗത്തു നിന്ന് വരികയായിരുന്ന ഓട്ടോയെയാണ് JCB ഇടിക്കുന്നത്. ഈ JCBയുടെ ഭാഗമാണ് ഈ ഓട്ടോയിൽ ഇടിച്ചത്. ഈ അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതരമായ പരിക്കേറ്റു. ഇയാളുടെ തലയ്ക്കാണ് പരിക്ക് പറ്റിയത്. വലിയ ഒരു പരിക്ക് ഇയാളുടെ തലയ്ക്കുണ്ട്. ആദ്യം ഇയാളെ അഞ്ചൽ ആശുപത്രിയിലും പിന്നീട് പരിക്ക് ഗുരുതരമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും നിലവിൽ ഇയാളെ മാറ്റിയിട്ടുണ്ട്. ഈ JCBയുടെ അമിത വേഗതയാണ് ഈ അപകട കാരണമെന്നാണ് പ്രാഥമികമായ ഒരു നിഗമനം. ഈ വിനോദ് എന്ന് പറയുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർക്കാണ് നിലവിൽ പരിക്ക് പറ്റിയിരിക്കുന്നത്. ഈ JCBയുടെ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. JCB ഡ്രൈവർ രാജേഷിനെതിരെയാണ് ഈ വണ്ടി അമിത വേഗതയിൽ ഉൾപ്പെടെ അശ്രദ്ധമായി വണ്ടി ഓടിച്ചതിനും മറ്റും കേസെടുത്തിരിക്കുന്നത്. ഈ ഇടിയുടെ ആഘാതത്തിൽ പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവർ നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ JCB മറ്റും ഉപയോഗിക്കുമ്പോൾ വലിയ ജാഗ്രത പുലർത്തണം. വലിയ വാഹനമാണ്. തിരക്കുള്ള ഘട്ടങ്ങളിലും മറ്റും ഇത് ഉപയോഗിക്കുന്നതിന് വലിയ നിയന്ത്രണമുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ശ്രദ്ധയിൽ ഓടിക്കേണ്ട വാഹനം അമിത വേഗത്തിൽ ഓടിച്ചതാണ് ഇത്തരത്തിലൊരു അപകടമെന്നാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഗോകുൽ, ശരി. A.V. ജയശങ്കറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.